മലപ്പുറത്ത് യുവാവിനെ കാണാതായ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് എത്തിയ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, ഈ CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തെ സംബന്ധിച്ച് വിഷ്ണുജിത്തിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഏറെ സഹായകരമാണ് എന്നാണോ വിലയിരുത്തൽ? അന്വേഷണ സംഘത്തിൻ്റെ, പോലീസിൻ്റെ വിലയിരുത്തൽ. ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്, അല്ലേ? ശരത്തെ, ഇന്നലെയാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഈ വിഷ്ണുജിത്ത് ഇപ്പോൾ കോയമ്പത്തൂരിലുണ്ട് എന്ന ഒരു സൂചനയാണ് പോലീസ് നൽകുന്നത്. വിവാഹ ആവശ്യത്തിന് പണം കണ്ടെത്താനാണ് പാലക്കാട്ടേക്ക് പോകുന്നത് എന്നാണ് വീട്ടിൽ പറഞ്ഞിരുന്നത്. 1 ലക്ഷം രൂപ സുഹൃത്തിനെ കണ്ട് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ പണം കൊണ്ട് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്ന കഞ്ചിക്കോട്ട് നിന്ന് പാലക്കാടെത്തി കോയമ്പത്തൂരിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനായി ബസ് സ്റ്റാൻഡിലെത്തിയ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ ദൃശ്യങ്ങളാണ് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റാരും തന്നെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, മറ്റാരും തന്നെ വിഷ്ണുജിത്തിന്റെ കൂടെ ഇല്ല. ഒറ്റയ്ക്ക് ബാഗുമായി നടന്നു പോകുന്നു. നേരെ കോയമ്പത്തൂർ ബസ്സുകൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ബസ് കയറി പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് വിവാഹം നടക്കേണ്ടിയിരുന്നത്. വലിയ വിഷമത്തിലാണ് വിഷ്ണുജിത്തിന്റെ കുടുംബം നിലവിലുള്ളത്. ഇപ്പോൾ ഈ CCTV അതിനെ കേന്ദ്രീകരിച്ചും ഏതൊക്കെ ഭാഗത്തേക്ക് ഇയാൾ പോയിരിക്കാം, അതുപോലെ തന്നെ വിഷ്ണുജിത്തിൻ്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പണം വാങ്ങിയതും കോയമ്പത്തൂർ പോയതും മടങ്ങി വന്നതും ഒക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ CCTV അടക്കം ഇത് പുറത്തു വന്നുവെങ്കിൽ അതുപോലെ തന്നെ വിഷ്ണുജിത്തിൻ്റെ മറ്റ് ഏതൊക്കെ ഭാഗത്തേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തൊക്കെയും കൂടുതൽ CCTV ദൃശ്യങ്ങൾ സമാഹരിക്കുക, ആ റൂട്ടിൽ കൂടുതൽ അന്വേഷണം നടത്തുക, ഇതാണോ പോലീസ് ചെയ്യുന്നത്? തീർച്ചയായും ഇയാൾ കഞ്ചിക്കോട്ടെ ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. സ്വാഭാവികമായും കഞ്ചിക്കോട് കോയമ്പത്തൂർ ബോർഡറായി നിൽക്കുന്ന സ്ഥലമാണ്. കോയമ്പത്തൂർ കുറച്ച് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ട്. നിലവിലുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ ബന്ധങ്ങൾ വെച്ച് കോയമ്പത്തൂരിൽ എവിടെയെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി തേടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ട്. 4-ാം തീയതി മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. നിലവിൽ കോയമ്പത്തൂരിൽ എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന ഒരു പ്രതീക്ഷയിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പോലീസിന്റെ തെരച്ചിൽ നടത്തുന്നത്. മലപ്പുറത്ത് നിന്നുള്ള 3 അംഗ സംഘം ഇപ്പോൾ കോയമ്പത്തൂരിലാണ് ഉള്ളത്. ഒരു കാര്യം കൂടി, വിഷ്ണുജിത്തിൻ്റെ വീട്ടുകാർ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള മൊഴികളും വിവരങ്ങളും ഏതൊക്കെ തരത്തിലാണ്? ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷമുണ്ടോ? അത്തരം കാര്യങ്ങൾ അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? പ്രത്യേകിച്ച് കല്യാണം തീരുമാനിച്ച് കല്യാണത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ എന്ന് പറഞ്ഞു പോകുന്നയാൾ കല്യാണം കഴിഞ്ഞിട്ടും തിരികെ വന്നിട്ടില്ല എന്നുള്ളതാണല്ലോ ഇതിലെ പ്രശ്നം. കല്യാണ തീയതിയും കഴിഞ്ഞു. തീർച്ചയായും ഈ വീട്ടുകാരെല്ലാം പറയുന്നത്, അതുപോലെ സുഹൃത്തുക്കളും വീട്ടുകാരും എല്ലാം ഒരുപോലെ പറയുന്നത്, വലിയ സാമ്പത്തിക ബാധ്യത, കടബാധ്യത വിഷ്ണുജിത്തിന് എന്നാണ്. ഈ വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെലവ് പോലും കൈവശമുണ്ടായിരുന്നില്ല. സുഹൃത്ത് തന്നെയാണ് ഈ 1 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നത്. അത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചിക്കോട് ഈ പണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഈ കുടുംബാംഗങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും മനോവിഷമത്തിൽ മാറി നിന്നതാവാമെന്ന ഒരു സംശയം അകന്ന ബന്ധുക്കളും ഈ അച്ഛനും അമ്മയും അല്ലാത്തവർ പോലും അത്തരത്തിലുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോയമ്പത്തൂരിൽ തന്നെ ഉണ്ടാകാം, ഒരുപക്ഷെ മാറി നിന്നതാവാം എന്ന ഒരു പ്രതീക്ഷയിൽ പോലീസും അന്വേഷണം തുടരുന്നത്. ശരി സ്വാലിഹ്, ഇപ്പോൾ നമ്മൾ സംസാരിച്ച അതേ വിഷയത്തിൽ വിഷ്ണുജിത്തിന്റെ സഹോദരി ഈ സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞത് എന്താണ് എന്നുകൂടി ഒന്ന് നോക്കാം. എന്താണ് സംഭവിച്ചത്? അതായത് അവന് ബുധനാഴ്ച, അതായത് 4-ാം തീയതി രാവിലെ ഇവിടുന്ന് പാലക്കാട് പോകാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 9 മണി 10 മണിയായിട്ട് ഇവിടെ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു നോക്കി എവിടെയാണെന്നുള്ളത്. അപ്പോഴാണ് പറയണത് പാലക്കാടാണ് എന്നുള്ളത്. കുറച്ച് ക്യാഷിൻ്റെ അത്യാവശ്യമുണ്ട്, അതിന് വേണ്ടി പോയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ അന്നത്തെ ദിവസം ഒരുപാട് പ്രാവശ്യം വിളിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് ക്യാഷ് ഇട്ട് തന്നിട്ടുണ്ട്, കല്യാണത്തിന് അത്യാവശ്യം സാധനം വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൈകുന്നേരമായിട്ടും പിന്നെ കാണുന്നില്ല. വൈകുന്നേരം വിളിച്ചു, 8 മണിയായപ്പോൾ വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലേറ്റാവും എത്താൻ. ലേറ്റായിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി കിടക്കും, അന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നോക്കും, വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ അനിയനെ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ട് നമ്മൾ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ അപ്പം തന്നെ പോയി സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു.
പിന്നെ അവൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് അത് പാലക്കാട് പോയി നമ്മൾ അന്വേഷിച്ചു, അതൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് അറിയണം അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഇവൻ 1 ലക്ഷം രൂപ കല്യാണാവശ്യത്തിനെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അതുമായിട്ടാണ് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അവിടെ പോയി അന്വേഷണമൊക്കെ നടത്തിയിരുന്നു വന്ന്? അതായത് ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ആ ശരത്ത്, അവൻ്റെ കൂട്ടുകാരനായുള്ള ശരത്ത് ക്യാഷ് കൊടുത്തു എന്ന് പറയുന്ന ആ പയ്യനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ലാസ്റ്റ് ലൊക്കേഷൻ ഉള്ള സ്ഥലങ്ങളിലും പാലക്കാടെല്ലാം പിറ്റേ ദിവസം തന്നെ പോയി അന്വേഷിച്ചിട്ടുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പോയി അന്വേഷിച്ചു.